സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപാണ് യെച്ചൂരിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. 2 ഹിന്ദു സേനാ പ്രവർത്തകരാണ് യെച്ചൂരിക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. ഇവരുടെ കയ്യേറ്റ ശ്രമത്തിനിടെ യെച്ചൂരി താഴെ വീഴുകയുണ്ടായി. ഡൽഹി എ കെ ജി ഭവന് മുന്നിൽ വെച്ചായിരുന്നു യെച്ചൂരിക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത്. 2 ഹിന്ദു സേനാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് 2 ദിവസങ്ങളിലായി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാനായി വാർത്താ സമ്മേളനത്തിനായി എത്തിയതായിരുന്നു യെച്ചൂരി. ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപാണ് യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തത്. ഡൽഹി എ കെ ജി ഭവന് മുന്നിൽ വെച്ചായിരുന്നു യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തത്. 2 ഹിന്ദു സേനാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപ് എ കെ ജി ഭവന് മുന്നിൽ വെച്ച് യെച്ചൂരിയെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 2 പേരാണ് അക്രമത്തിന് പിന്നിൽ. ഹിന്ദു സേനാ പ്രവർത്തകർ ആണ് ഇവർ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരെ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ ഹിന്ദു സേനാ പ്രവർത്തകരുടെ കയ്യേറ്റത്തിനിടെ യെച്ചൂരി താഴെ വീണു. എന്നാൽ യെച്ചൂരിക്ക് കാര്യമായ പരിക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹം സാധാരണ നിലയിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാർത്താ സമ്മേളനത്തിനായി ഡൽഹി എ കെ ജി ഭവൻ മീഡിയ റൂമിൽ എത്തിയതായിരുന്നു സീതാറാം യെച്ചൂരി. അതിന് തൊട്ട് മുൻപാണ് 2 പേർ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തത്. ഡൽഹി എ കെ ജി ഭവൻ കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ് ഈ കയ്യേറ്റ ശ്രമം എന്ന് വേണം മനസ്സിലാക്കാൻ. കയ്യേറ്റ ശ്രമത്തിനിടെ യെച്ചൂരി താഴെ വീഴുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് പരിക്കുകൾ ഇല്ല. അദ്ദേഹം വാർത്താ സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2 ഹിന്ദു സേനാ പ്രവർത്തകരാണ് യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന തീരുമാനവും CPM എടുത്തിരിക്കുന്നു. കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കേണ്ട എന്നാണ് CPM പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത്. ബംഗാൾ ഘടകം ശക്തമായ വാദങ്ങൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനായി ഉന്നയിച്ചുവെങ്കിലും ആ വാദങ്ങളെല്ലാം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. 2 തവണയിൽ കൂടുതൽ ഒരാൾ രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി നയം പിന്തുടരാനാണ് പോളിറ്റ് ബ്യൂറോ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് പിന്തുണയോടെ ബംഗാളിൽ നിന്നും CPM ജനറൽ സെക്രട്ടറി രാജ്യസഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന വാദത്തിനും പോളിറ്റ് ബ്യൂറോയിൽ മുൻതൂക്കം കിട്ടിയിരിക്കുന്നു. ഒപ്പം ജനറൽ സെക്രട്ടറി പദം വഹിക്കുന്ന സീതാറാം യെച്ചൂരി രാജ്യസഭ MP എന്ന നിലയിൽ 2 പദവി വഹിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും പോളിറ്റ് ബ്യൂറോ ആ തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ തീരുമാനത്തിൻ്റെ പിന്നിൽ CPM കേരള ഘടകം ഉൾപ്പെടുന്ന കാരാട്ട് പക്ഷത്തിൻ്റെ നിലപാട് നിർണായകമായി എന്ന് വേണം കരുതാൻ. ആവശ്യമെങ്കിൽ ഈ വിഷയം CPM കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യണമെന്നും പോളിറ്റ് ബ്യൂറോ നിർദ്ദേശിച്ചു.
CPM ഡൽഹി ആസ്ഥാനത്തിനകത്ത് വെച്ചാണ് CPM ജനറൽ സെക്രട്ടറിയെ 2 പേർ കയ്യേറ്റം ചെയ്തത്. ഹിന്ദു സേന പ്രവർത്തകർ എന്ന് അവകാശപ്പെട്ടവരാണ് സീതാറാം യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തത്. ഇവരെ പ്രവർത്തകർ ചേർന്ന് കീഴ്പ്പെടുത്തുകയും പിന്നീട് പോലീസിന് കൈമാറുകയുമായിരുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ എത്തിയത്. ഡൽഹിയിൽ AKG ഭവനിൽ CPM ആസ്ഥാനത്തിനുള്ളിൽ വെച്ച് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിനായി എത്തിയ CPM ജനറൽ സെക്രട്ടറിയെ 2 പേർ ചേർന്ന് കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 2 ഹിന്ദു സേന പ്രവർത്തകരായിരുന്നു അക്രമത്തിന് പിന്നിൽ. ഇവരെ CPM പ്രവർത്തകർ ചേർന്ന് അവിടെ ഉണ്ടായിരുന്നവർ ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഇവരെ പോലീസിന് കൈമാറി. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബസന്ത് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. ബസന്ത്, CPM ആസ്ഥാനത്തിനുള്ളിൽ വെച്ചായിരുന്നു CPM ജനറൽ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായത്. CPM പോളിറ്റ് ബ്യൂറോ യോഗം തീർന്ന് വൈകിട്ട് 4 മണിക്ക് പത്രസമ്മേളനം വിളിക്കുന്നതിനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്രസമ്മേളനത്തിന് യെച്ചൂരി എത്തുന്ന സമയത്താണ് ഹിന്ദുസേന പ്രവർത്തകരെന്ന് അവകാശപ്പെട്ട് 3ഓളം പേർ യെച്ചൂരിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയത്. അദ്ദേഹത്തിനെ പിടിച്ചു തള്ളുകയും ചെയ്തു. ഇതിനെ പാർട്ടി ഓഫീസിലെ പ്രവർത്തകരെല്ലാം തന്നെ ഇവരെ 3 പേരെയും മുറിയിലേക്ക് മാറ്റുകയും പിന്നീട് ഡൽഹി പോലീസിന് മാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രകാശ് കാരാട്ടിന്റെ ഒരു ലേഖനമടക്കമുള്ള വിഷയങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ, RSS അനുകൂല സംഘടനകൾ ചില പ്രതിഷേധമുയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ AKG സെന്ററിന് കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. 2 തലത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ഈ 2 പേർ കടന്നു കയറിയത് ഒരു സുരക്ഷാ വീഴ്ചയെ തന്നെ കരുതേണ്ടി വരും. CPM ആസ്ഥാനത്തിന് നേരെ നേരത്തെയും ചില ആക്രമണ പദ്ധതികൾ ഉണ്ടായിരുന്നു. യെച്ചൂരിയുടെ കാറിന് നേരെ തന്നെ ഒരു തവണ ആക്രമണം ഉണ്ടായതാണ്. അതിനുശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. 4 മണിക്ക് വാർത്താ സമ്മേളനത്തിനായി യെച്ചൂരി എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഈ 4 പേരും ഇപ്പോൾ ഡൽഹി പോലീസ് പിടികൂടി ഡൽഹി പോലീസിന് കൈമാറിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും CPM നേരിട്ട് ഈ വിഷയത്തിൽ പരാതിപ്പെട്ടിരുന്നില്ല. പക്ഷേ പോലീസ് ഈ സുരക്ഷ കണക്കിലെടുത്താണ് കഴിഞ്ഞ 2 ദിവസമായി സുരക്ഷാ സംവിധാനങ്ങൾ AKG ഭവന് മുന്നിൽ ശക്തമാക്കിയിരുന്നത്. മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് യെച്ചൂരിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഏതായാലും ഈ 4 പേർക്കുമെതിരെ പാർട്ടി പ്രവർത്തകരും കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇവർ എത്തിയത്. ഇവരെങ്ങനെ ഡൽഹി AKG ഭവനകത്തെത്തി എന്ന് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഇന്ന് 4 മണിക്ക് പത്രസമ്മേളനം നടത്തിയാൻ നിശ്ചയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചിലപ്പോൾ മാധ്യമ പ്രവർത്തകരെന്ന വ്യാജേനയായിരിക്കാം ഈ 4 പേരും പാർട്ടി ഓഫീസിനുള്ളിൽ കടന്നു കയറിയിട്ടുണ്ടാവുക. ഇതിനുശേഷമായിരിക്കണം ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് യെച്ചൂരി എത്തുന്ന സമയത്താണ് ഈ 4 പേരും യെച്ചൂരിക്ക് നേരെ തിരികെയും അദ്ദേഹത്തിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും ചെയ്ത് ഇതിനെ തുടർന്ന് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ള വ്യാജേനയായിരിക്കണം ഇവർ കടന്നു കയറിയത് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഉള്ള. അവിടെ കർക്കശമായ പരിശോധനകളൊന്നും തന്നെ അവിടെ മാധ്യമ പ്രവർത്തകർക്ക് മറ്റു പാർട്ടി ഓഫീസുകൾ ഡൽഹിയിലെ BJP ഓഫീസിലോ അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫീസിലോ ഉള്ള പോലുള്ള പരിശോധനകളൊന്നും തന്നെ ഇല്ല. വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് മാധ്യമ പ്രവർത്തകരുടെ വ്യാജേനയായിരിക്കണം ഇവർ കടന്നു കയറിയത് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് സംശയിക്കുന്നത്. പ്രകാരം തന്നെ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചോ? ഇത് സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം മധ്യപ്രദേശിലെ വിഷയവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൽ കർഷകർക്ക് നേരെ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ആദ്യമേ തന്നെ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ബസന്ത്, രാജ്യസഭയിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വിമർശകരിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തണമെന്ന ആഗ്രഹവും പ്രകടിപ്പിക്കുന്നു. കോൺഗ്രസ് തന്നെ അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുകയാണെങ്കിൽ പിന്തുണയ്ക്കാമെന്ന വാഗ്ദാനവുമായി എത്തുകയുണ്ടായി. ഈ സാഹചര്യങ്ങളൊക്കെ ഇത്തരം കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ നമ്മൾ കാണേണ്ടേ? തീർച്ചയായും കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ വളരെ ശക്തമായ വിമർശനമാണ് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ ഉയർത്തുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഒരു കുന്തമുനയായി തന്നെയാണ് സീതാറാം യെച്ചൂരി രാജ്യസഭയിലും പാർലമെന്റിലും നിറഞ്ഞു നിൽക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് സീതാറാം യെച്ചൂരി ഇന്ന് മുഴയിൽ കേൾക്കുന്നത്. ആ ശബ്ദം എങ്ങനെയെങ്കിലും അടയ്ക്കുക എന്നുള്ളത് ഹൈന്ദവ സംഘടനകളുടെ ഒരു അജണ്ടയായി തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരുപക്ഷെ ഇതിന്റെ കൂടി പശ്ചാത്തലം കണക്കിലെടുത്താണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ
നേതാക്കളുടെ തന്നെ കൂടി ആഗ്രഹമാണ് പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വം യെച്ചൂരിയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സൂചന, രാജ്യസഭയിലേക്ക് മത്സരിച്ചാൽ തങ്ങൾ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു സൂചന നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പശ്ചിമ ബംഗാളിലെ തന്നെ CPM ഘടകം അതിനനുസൃതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും യെച്ചൂരിയെ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കേണ്ടത് ഇന്ത്യയിലെ മതേതര നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി, മതേതര നിലപാടുകൾ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു ശബ്ദം എന്നുള്ള നിലയ്ക്ക് സീതാറാം യെച്ചൂരി പാർലമെന്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് CPM-ന്റെ പശ്ചിമ ബംഗാൾ ഘടകം നീങ്ങിയത്. ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിൽ സ്വാഭാവികമായും അതിനെ കളങ്കപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ ഹിന്ദുസേന പ്രവർത്തകർ ഇത്തരം ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടി ഓഫീസിൽ കടന്നു കയറി അവരുടെ നേതാക്കൾക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നത്. പാർട്ടി ഓഫീസുകൾക്ക് നേരെ പ്രകടനം നടന്നിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികളിലെ എതിർ പാർട്ടികളുടെ ധർണകളും ഒക്കെ ഡൽഹിയിൽ പതിവാണ്. AICC ഓഫീസിന് മുന്നിൽ BJP-കാരുടെ അല്ലെങ്കിൽ BJP ഓഫീസിന് മുന്നിൽ AICC-യുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ധർണ എന്നൊക്കെയുള്ള ഒരു പതിവ് കാഴ്ചയാണ്. പക്ഷെ ഒരു ഘട്ടത്തിലും പാർട്ടി ഓഫീസിനുള്ളിൽ കടന്നു കയറി നേതാക്കൾക്ക് നേരെ കയ്യേറ്റ ശ്രമം എന്നുള്ളത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഒരു CPM-ന്റെ നേതാവായ സീതാറാം യെച്ചൂരിക്ക് നേരെ ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത്. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു കളങ്കമായി മാറിയിരിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. വസന്ത്, തീർച്ചയായും വസന്ത് സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ CPM ഇപ്പോൾ പഴയ പോലെ പ്രബലമല്ല എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പരമോന്നതനായ നേതാവിനെ ആ പാർട്ടിക്ക് ഓഫീസിനുള്ളിൽ വെച്ച് ആക്രമിക്കുക, കയ്യേറ്റം ചെയ്യുക എന്ന അതിഗുരുതരമായ സംഭവമാണ് ഉണ്ടായത്. ഇത് ആ ഗൗരവത്തിൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിക്കുമെന്ന് കരുതുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുമോ? ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരുപക്ഷെ CPM-ന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിമാരുടെ ഇത് പരിശോധിക്കുമ്പോൾ പോലും സീതാറാം യെച്ചൂരിയെ പോലെ ഇത്രയും ജനപിന്തുണ ആർജിച്ച അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കിടയിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കിടയിൽ തന്നെ വളരെ സ്വീകാര്യതയുള്ള, പ്രതിപക്ഷ നേതാക്കളുടെ പോലും പൂർണ്ണമായ ബഹുമാനവും BJP അല്ലെങ്കിൽ NDA നേതാക്കളുടെ തന്നെ പൂർണ്ണമായ ബഹുമാനം കൈപ്പറ്റിയിട്ടുള്ള മറ്റൊരു നേതാവ് ഉണ്ടായിരിക്കില്ല. അത്രത്തോളം സ്വീകാര്യത ഉള്ള ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. പാർലമെന്റിൽ പോലും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ, അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെയാണ് മറ്റു പാർട്ടിക്കാർ, പ്രത്യേകിച്ച് രാജ്യസഭയിൽ സഭാ നേതാവ് കൂടിയായ അരുൺ ജെയ്റ്റ്ലി പോലും യെച്ചൂരിയുടെ വാക്കുകൾ വളരെ കാതുകൂർപ്പിച്ചാണ് കേൾക്കുന്നതും. ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും പലപ്പോഴും അരുൺ ജെയ്റ്റ്ലിയുടെ മറുപടിയും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അത്രത്തോളം സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവിന് നേരെ ഇത്തരത്തിലൊരു കയ്യേറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. അത്രത്തോളം ഗൗരവത്തോടു കൂടിയായിരിക്കും മറ്റു പ്രതിപക്ഷ പാർട്ടികളും കാണുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഏകീകരണത്തിന്റെ ഒരു നിമിത്തമായി ഇത് മാറിക്കൂടുക എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അതായിരിക്കും അതേസമയം വിരോധാഭാസം എന്ന് തോന്നാം. അതേസമയം തന്നെയാണ് CPM പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം വരുന്നത് യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നതും. സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി രാജ്യസഭയിൽ എത്തുക എന്നുള്ളത് ഒരുപക്ഷെ പറഞ്ഞു നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ബംഗാളിനെ പ്രശ്നം ഉണ്ടാവില്ലെങ്കിലും കേരളത്തെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ ഏറെ പാടുപെടുന്ന ഒരു സംഭവം എന്നുള്ള നിലയ്ക്കാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ പോയിരിക്കുന്നത്. എന്നാലും കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്ന ഒരു ഘട്ടത്തിൽ ഇത് അജണ്ടയ്ക്ക് പുറത്തു നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വളരെയധികം നേരത്തെ പണ്ട് ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കുന്ന സമയത്തുണ്ടായ പോലുള്ള സാഹചര്യത്തിലേക്ക് ഇത് നീങ്ങിക്കൂടായികയില്ല എന്നും പറയേണ്ടി വരും. കാരണം അന്നും ഇതുപോലെ തന്നെയായിരുന്നു. പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്നുള്ള നിർദ്ദേശം തള്ളിക്കളഞ്ഞെങ്കിലും വീണ്ടും അന്നത്തെ ദേശീയ നേതാക്കളായ VP സിംഗിന്റെയും മറ്റും അഭ്യർത്ഥന മാനിച്ച് വീണ്ടും കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുകയും വീണ്ടും അത് തള്ളിക്കളയുകയും ചെയ്യുകയുണ്ടായെങ്കിലും അതൊരു ചരിത്രപരമായ മണ്ഡലമെന്ന് പിന്നീട് ജ്യോതി ബാസു തന്നെ വിശേഷിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിലും അത് വന്നുകൂടായികയില്ല. വീണ്ടും ഇത്തരം ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഇത് ഒരുപക്ഷെ വീണ്ടും കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചർച്ച ചെയ്യുകയും യെച്ചൂരിയെ വീണ്ടും ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കണം, അതൊരു വെറും കോൺഗ്രസ് പിന്തുണ മാത്രമായി കാണാതെ ഒരു മതേതര കൂട്ടായ്മയുടെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് യെച്ചൂരി അവിടെ വരണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് അത് എത്തിക്കൂടായികയില്ല. ആർത്തി ബസന്ത്, ഹിന്ദുസേന പ്രവർത്തകരുടെ ഈ ആക്രമണം യെച്ചൂരിയെ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നതിന് ഉറപ്പായിട്ടുണ്ടോ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലെ മറ്റ് നേതാക്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ഇത് ഹിന്ദുസേന സ്വാഭാവികമായും ഇത് യെച്ചൂരി തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെച്ചൂരി സ്വാഭാവികമായി ഉള്ളതിൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, പ്രകാശ് കാരാട്ടിന്റെ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നിരുന്നു. അത് പ്രധാനമായും അത് കശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടികളെ വിമർശിച്ചുകൊണ്ടുള്ള ആ ലേഖനത്തിനെതിരെ കഴിഞ്ഞ ഏതാനും ദിവസമായി ദേശീയ മാധ്യമങ്ങൾ ചില പ്രചാരണങ്ങൾ അയച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്ന് 4 മണിക്ക് യെച്ചൂരി മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ശേഷമായിരിക്കണം ഇത്തരം ഒരു സംഭവം ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഉച്ചയോടുകൂടി തന്നെ പോളിറ്റ് ബ്യൂറോ അവസാനിച്ചു. നേതാക്കൾ എല്ലാവരും തന്നെ പുറത്തുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ കേരള ഹൗസിലേക്ക് മടങ്ങുകയും ചെയ്തതിനു ശേഷം 4 മണിക്ക് മാത്രമാണ് ഈ ഒരു വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും വാർത്താ സമ്മേളനത്തിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി മാത്രമായിരിക്കും പങ്കെടുക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഒരു കയ്യേറ്റവും നടന്നിരിക്കുന്നത്. അപ്പോൾ യെച്ചൂരിയെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഈ വരവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹിന്ദു സേന പ്രവർത്തകരെന്ന് അവകാശപ്പെട്ടവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഹിന്ദു സേന ഇക്കാര്യത്തിൽ ഹിന്ദു സേനയോടോ മറ്റേതെങ്കിലും സംഘടനയോടോ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ആദ്യത്തെ ഈ സംഘപരിവാർ സംഘടനകൾ നേരിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പേരിന്റെ പേരിലല്ല, ആ സമയത്ത് ഉണ്ടാക്കുന്ന ചില പേരുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തി. ഹിന്ദു സേന എന്നുള്ള പേര് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേട്ടുവരുന്നതല്ലാതെ ഇതിന്റെ നേതാവാരെന്നോ ഇതിന്റെ പ്രവർത്തകരാരെന്നോ ഇതിന്റെ അംഗത്വം എങ്ങനെയാണെന്നോ ആർക്കും ഒരു ധാരണയുമില്ല. ഒരു പേരിട്ട് കുറച്ചു പേർ ഇറങ്ങും, എന്തെങ്കിലും ഒരു പേരിട്ട്. ഇപ്പൊ ഗോസംരക്ഷണമാണെങ്കിൽ ഗോസംരക്ഷകർ എന്നും പറഞ്ഞിട്ടുള്ള പേരിട്ട് ഇറങ്ങുന്ന ഒരു കൂട്ടം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു 4-5 പേർ. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഇവരുടെയൊക്കെ റൂട്ട് അല്ലെങ്കിൽ വേരുകൾ ചെന്നെത്തുന്നത് RSS എന്ന് പറയുന്ന സംഘടനയിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘപരിവാറുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ തന്നെയാണ് ഇവർ, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ആശയങ്ങളുമായി യോജിച്ചു പോകുന്ന ചിലരായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അവരുടെ നേതൃത്വത്തിൽ ഒരു പേരിട്ടുകൊണ്ട് ഹിന്ദുസേനയെന്നോ അല്ലെങ്കിൽ നാളെ വേറെന്തെങ്കിലും ഒരു പേര് ഇട്ടുകൊണ്ട് ഇവർ വരികയും ഇത്തരത്തിലുള്ള ആക്രമണം അയച്ചുവിടുന്നത് നേരിട്ട് RSS-നെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന അത്തരത്തിലൊരു ആക്രമണം തന്നെയായിരിക്കും ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടി ഓഫീസുകളിലേക്ക് മാർച്ച് എന്ന് പറയുന്ന ഡൽഹിയിൽ പുതിയതൊന്നുമല്ല. പക്ഷേ ഒരു പാർട്ടി ഓഫീസിന്റെ അകത്ത് കടന്നു കയറി ആ പാർട്ടിയുടെ നേതാവിനെ കരുതിക്കൂട്ടി ആക്രമിക്കുക എന്നുള്ള പറയുന്നത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇത് കാണുന്നത്. നാളെ BJP ഓഫീസിന്റെ അകത്ത് മറ്റു പാർട്ടിക്കാർ കടന്നു കയറി. ശ്രീ MP രാജേഷ്, ഡൽഹിയിൽ CPM-ന്റെ പാർട്ടി ആസ്ഥാനത്ത് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ പാർട്ടി ഓഫീസിനുള്ളിൽ കടന്നുകൊണ്ട് ആക്രമിച്ചിരിക്കുന്നു, കയ്യേറ്റം ചെയ്തിരിക്കുന്നു. എത്രമാത്രം ഗൗരവത്തോടെ ആകും പാർട്ടി ഇക്കാര്യത്തെ കാണുക? ഇത് CPIM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം ഒരു വ്യക്തിക്ക് നേരെ നടന്ന ആക്രമണമല്ല, പാർട്ടിക്കാകെ നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനാകെ നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. ജനാധിപത്യത്തിന് നേരെ തന്നെയുള്ള ആക്രമണമാണ്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥയേക്കാൾ മോശമായ നാളുകളിലേക്ക് രാജ്യം പോകുന്നു എന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. ഈ രാജ്യത്തെ എതിർപ്പിന്റെ എല്ലാ സ്വരത്തെയും പ്രതിപക്ഷത്തിന്റെ എല്ലാ ശബ്ദങ്ങളെയും ശാരീരികമായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്ക് സംഘപരിവാറിന്റെ ആക്രമണം മോഡി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ലാത്തതാണ്. സീതാറാം യെച്ചൂരി CPIM-ന്റെ ജനറൽ സെക്രട്ടറി മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളാണ്. പാർട്ടിയുടെ ആസ്ഥാനം തന്നെ പലതവണ ആക്രമിക്കപ്പെട്ടതാണ്, ഇപ്പോൾ വീണ്ടും ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം ഗൗരവത്തോടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിനെ എതിർക്കുകയും ഇതിനെതിരായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്യേണ്ടതാണ്. ഈ രാജ്യം എത്ര ആപൽക്കരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആ സംശയം കൂടി ഇല്ലാതാക്കുന്നതാണ് ഈ നടപടി. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെയും BJP നേതൃത്വത്തിന്റെയും പങ്ക് തള്ളിക്കളയാവുന്നതല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന്റെയും സീതാറാം യെച്ചൂരിയുടെയും പ്രാധാന്യത്തിന് അവരുടെ ഒരു പ്രസക്തിക്ക് കൂടി ആക്കം കൂട്ടുന്ന, അതിന്റെ സ്വാധീനം വെളിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണിത്. പ്രതിപക്ഷ ഐക്യം ഏറെ വേണ്ട ഒരു സന്ദർഭം കൂടിയാണെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. CPM-നും ഒരു പാഠമല്ലേ ഈ ഘട്ടത്തിൽ യെച്ചൂരിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം? ഒരു പുനർവിചിന്തനത്തിന്, പ്രത്യേകിച്ച് CPM രാജ്യസഭയിലേക്ക് യെച്ചൂരിയെ വിടേണ്ട എന്ന് തീരുമാനിച്ച ആ PB യോഗത്തിന് ശേഷം തന്നെയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതും. ശ്രീ രാജേഷ്,
CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായിരിക്കുന്നു. ഡൽഹി AKG ഭവനിൽ 4 മണിയോടെ യെച്ചൂരി വാർത്താസമ്മേളനത്തിനായി എത്തിയപ്പോഴാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. 2 ദിവസമായി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനായാണ് യെച്ചൂരി വാർത്താസമ്മേളനത്തിനായി എത്തിയത്. ഈ സമയത്താണ് CPM ഡൽഹി AKG ഭവൻ ഓഫീസിനുള്ളിൽ കയറി CPM ജനറൽ സെക്രട്ടറിയെ 4 പേർ ആക്രമിച്ചത്. ആക്രമണത്തിൽ സീതാറാം യെച്ചൂരി താഴെ വീഴുകയുണ്ടായി. അദ്ദേഹം പിന്നീട് മുൻ നിശ്ചയിച്ച പ്രകാരം വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു. CPM നേതാവ് ശ്രീ A. വിജയരാഘവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിജയരാഘവൻ, എത്രമാത്രം ഗൗരവത്തോടെയാണ് ഈ ഒരു സംഭവത്തെ കാണേണ്ടത്? എത്രമാത്രം അസഹിഷ്ണുത വ്യക്തമാക്കുന്ന ഒരു നടപടിയാണ് യെച്ചൂരിക്ക് നേരെ ഉണ്ടായി ഈ കയ്യേറ്റം? ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു കറുത്ത ദിവസമായിട്ട് ഇത് മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാർ പരസ്യമായി CPM-നെ നേരെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയില് RSS സംഘപരിവാർ നയങ്ങളെ, BJP ഗവൺമെന്റ് നയങ്ങളെ എതിർക്കുന്നവരെ ഇനി മുതൽ കായികമായിട്ട് തന്നെ ഞങ്ങൾ നേരിടാൻ പോവുകയാണ് എന്നുള്ള സന്ദേശമാണ് ഇത് നൽകുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റവും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണിത്. ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ദിവസങ്ങളിലൊന്നായിട്ട് ഈ ആക്രമണ സംഭവത്തോടുകൂടെ ഇന്ന് മാറിയിരിക്കുക. ശ്രീ KN ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ KN ബാലഗോപാൽ, വിരോധാഭാസം എന്ന് പറയട്ടെ, CPM രാജ്യസഭയിലേക്ക് യെച്ചൂരിയെ വിടേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ അവരുടെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായി യെച്ചൂരി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത കൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവം കൂടിയല്ലേ ഇത്? അത് രണ്ടും കൂടി കൂട്ടി ചേർക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് എത്രയോ വലിയ ഉയർന്ന പോസ്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച്. അദ്ദേഹമാണ് ഇന്ത്യയിലെ എല്ലാ പാർട്ടിയുടെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നേരെ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് നേതൃത്വം നൽകുന്നത്. അതിനകത്ത് പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി പോയിട്ട് കോൺഗ്രസിന്റെ നയങ്ങളെ ഉൾപ്പെടെ എതിർക്കേണ്ട ഒരാൾക്ക് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി പോകണ്ടെന്ന് തീരുമാനിച്ചായിരിക്കും. അത് വേറെ കാര്യം. പക്ഷെ ഇതുമായി ഇത്തരം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ പോലും ചോദ്യത്തിന്റെ സ്വഭാവം എന്താ? യെച്ചൂരിയെ പോലെ ഒരാളെ പത്രസമ്മേളനം നടത്തുമ്പോൾ RSSകാർ 4 പേര് വന്ന് അവിടെ വിവരക്കേട് കാണിച്ചപ്പോൾ ഈ നമ്മുടെ പ്രധാനമന്ത്രിയും ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്ന അമിത്ഷാ അടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ കുമ്മനം രാജശേഖരനും ബാക്കി അതിന് താഴെ കിടന്ന് വേല കാണിക്കുന്ന RSSകാരുടെ ഏറ്റവും ഭ്രാന്തമായ നിലപാട്, ആശുപത്രി കിടക്കുന്ന ഒരു സ്വാമി ഉണ്ടല്ലോ, ഒരു പെൺകുട്ടി പിന്നെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ആ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭീകരമായ വൃത്തികെട്ട മുഖമാണ് അവിടെ ഉണ്ടായത്. അതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിനകത്ത് പോയിട്ടല്ല, ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്യും. ഞാൻ CPM ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷിയാണ് എന്ന് പറഞ്ഞ് തലത് പറയുന്നത്. മധ്യപ്രദേശിൽ ഇന്നലെ 5 കർഷകർ വെടിയേറ്റ് മരിച്ചു. മധ്യപ്രദേശിൽ RSSന് 70% സീറ്റുള്ള ഒരു സംസ്ഥാനമാണ്. മധ്യപ്രദേശിലും ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളും ഇവരുടെ ഏകാധിപത്യം, ഈ ഭ്രാന്ത് ജനങ്ങൾ ഇറങ്ങി പ്രതികരിക്കും. അതിന്റെ മുന്നണി പോരാളിയായിട്ട് നിൽക്കുന്നത് CPM ആയിരിക്കും. അതിന് ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നണിക്കും. അവരെ ഒന്നും ഇങ്ങനെ എന്തെങ്കിലും വേല കാണിച്ച് വരട്ടാമെന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. ശ്രീ KN ബാലഗോപാൽ, CPM ഓഫീസിനുള്ളിൽ കയറിക്കൊണ്ട് CPM ജനറൽ സെക്രട്ടറിയെ ഈ രീതിയിൽ കയ്യേറ്റം ചെയ്യുക എന്നത് എത്രമാത്രം വലിയ അസഹിഷ്ണുതയാണ് വെളിവാക്കുന്നത്? അതാണ് വളരെ കൃത്യമാണല്ലോ. CPM-ന്റെ ഓഫീസിൽ അവിടെ ഡൽഹിയിലെ AKG ഭവനിൽ സാധാരണ എല്ലാവർക്കും വന്ന് കയറാവുന്നതാണ് ആ ഓഫീസ്. അവിടെ അങ്ങനെ വലിയൊരു യെച്ചൂരിക്ക് പോലീസിന്റെ പ്രത്യേക ഗൺമാനെയും മറ്റേ കൊടുത്തിട്ട് പോലും അത് വേണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, പാർട്ടി പറഞ്ഞത്. അങ്ങനെ നടക്കുന്നൊരു പാർട്ടിയുടെ ഓഫീസിനകത്തേക്ക് വന്ന് ഇതെല്ലാം ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾ ഇന്ത്യയിലെ ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകൾക്ക് നേരെ ഇത് ചെയ്യുന്നു. ഇപ്പോഴും MP ആണ്, രാജ്യസഭയിലെ നേതാവാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അങ്ങനെയുള്ള ഓഫീസിനകത്തും ആളുകൾക്ക് നേരെ ഇത് ചെയ്യാൻ തയ്യാറാവുന്ന ഈ BJP ഇതിനപ്പുറം ചെയ്യും. ഒരു കാര്യം ഇവിടെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കിരൺ പാണ്ഡ്യയെ വണ്ടി ഇടിച്ച് ഒരു ലോറി ഇടിച്ച് കൊല്ലുമായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. ആ ഹിരൺ പാണ്ഡ്യയുടെ ഭാര്യ അന്ന് തന്നെ പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ഇദ്ദേഹം അടക്കമുള്ള ആളുകളുടെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവര് നരേന്ദ്രമോദിക്കെതിരെ അസംബ്ലിയിൽ മത്സരിച്ചിരുന്നു. ഞാൻ ആ ചരിത്രം ഒരു 10 വർഷം 12 വർഷം മുമ്പുള്ള ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് BJP, അതാണ് RSS, അത് ആണ് അവരുടെ നയം. പിന്നെ അവരുടെ നിന്ന് നന്മയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം.